ഹായ് ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. ഉലുവമാങ്ങയുടെ റെസിപ്പിയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം മാങ്ങ സീസണൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് മാങ്ങ കിട്ടി കേട്ടോ. പച്ചമാങ്ങ അത്യാവശ്യം നല്ലോണം മൂത്ത് വിളഞ്ഞാൽ അടിപൊളി പച്ചമാങ്ങ കിട്ടി കേട്ടോ. അപ്പോൾ അന്ന് വിചാരിച്ചു ഇപ്പോൾ കുറച്ചധികം തന്നെ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഉലുവമാങ്ങ ഉണ്ടാക്കിയാലോ എന്ന്. അടിപൊളി ഐറ്റമാണ് കേട്ടോ ഉലുവമാങ്ങ എന്ന് പറഞ്ഞാൽ. നിങ്ങളതിൽ ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിലും മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മാങ്ങ, കുറച്ചധികം തന്നെ മാങ്ങ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ കുറച്ച് മാങ്ങയാണ് കേട്ടോ ഞെട്ടോട് കൂടി കിട്ടിയിട്ടുള്ളൂ. കുറച്ചൊക്കെ ഞെട്ട് പൊട്ടിയിട്ടാണ് കിട്ടിയേക്കണേ. അതുപോലെ പൊട്ടിയ മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. പൊട്ടിയ മാങ്ങയ്ക്ക് നമുക്ക് അരിഞ്ഞ് അച്ചാറിടാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഉലുവ മാങ്ങയ്ക്ക് നമ്മൾ പൊട്ടിയ മാങ്ങ എടുക്കാൻ പാടില്ല. പൊട്ടിയ മാങ്ങ എടുത്താൽ ഈ ചതവ് വന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ചതഞ്ഞ മാങ്ങയ്ക്കുമ്പോൾ പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പൊട്ടിയ മാങ്ങയ്ക്ക് മാറ്റിയിട്ട് അത്യാവശ്യം നല്ല മാങ്ങ മാത്രമാണ് കേട്ടോ ഉലുവ മാങ്ങയ്ക്ക് ആയിട്ട് എടുക്കണുള്ളൂ. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും മാങ്ങ സീസണൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പോൾ എന്നാലും മാങ്ങയ്ക്കും വില കുറഞ്ഞിരിക്കുന്ന സമയമാണല്ലോ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അതിൻ്റെ പുറത്തുള്ള അച്ചോനയൊക്കെ ഒന്ന് നല്ലോണം കഴുകി കളഞ്ഞ് നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. നല്ലോണം ഒന്ന് കഴുകണം കേട്ടോ. അതിൽ പൊട്ടിയ മാങ്ങയൊക്കെ ഉണ്ടാവും കേട്ടോ. പൊട്ടിയ മാങ്ങ ഞാൻ ഇതിൻ്റെ ഒപ്പിട്ട് തന്നെ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അരിഞ്ഞ അച്ചാറിടാൻ എളുപ്പമുണ്ടല്ലോ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ അത് കണ്ടോ. അപ്പോൾ ഇത് കുറച്ച് നാൾ വച്ചേക്കേണ്ട മാങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ പൊട്ടിയ മാങ്ങയ്ക്ക് മാറ്റി നല്ല മാങ്ങ മാത്രമായിട്ട് എടുക്കണം. കണ്ടോ, പൊട്ടിയ മാങ്ങ കിടക്കേണ്ട. പൊട്ടിയ മാങ്ങയ്ക്കും വച്ചേക്കുമ്പോൾ ഒന്ന് ചിലപ്പോൾ പെട്ടെന്ന് പൂപ്പിൽ കയറാനൊക്കെ ചാൻസ് ഉണ്ട്. ഇങ്ങനെ അവഞ്ഞ് പൂപ്പിൽ കയറാനൊക്കെ ചാൻസ് ഉണ്ട്. അതാണ് കേട്ടോ പൊട്ടിയ മാങ്ങയ്ക്ക് മാറ്റണേ. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ ഇവിടെ കഴുകി നല്ലോണം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല ഉണങ്ങിയ തുണിയും കൊണ്ട് നല്ലോണം തുടച്ചെടുക്കണം. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശവും കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് വേണം നമുക്കത് കീറി ഉപ്പിട്ട് വയ്ക്കാൻ കേട്ടോ. അപ്പോൾ നല്ലോണം തുടച്ചെടുക്കണം കേട്ടോ. ഇതൊക്കെ ഞെട്ടില്ലാത്ത മാങ്ങയാണ്. ഞെട്ടുള്ള മാങ്ങയാണ് നമ്മൾ ജസ്റ്റ് തുടച്ച് കഴിഞ്ഞിട്ട് ഏതു ഭരണിയിലാണോ നമ്മൾ ഉപ്പിട്ട് വയ്ക്കണേ ആ ഭരണിയിലേക്ക് അതിൻ്റെ ചൊന ചാടാൻ പാകത്തിന് അങ്ങനെ ഒടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉലുവ മാങ്ങയ്ക്ക് മാങ്ങ ചെത്തേണ്ട രീതി. അതുപോലെ തന്നെ നമ്മൾ ഏത് ഭരണിയിലാണോ ഉപ്പിട്ട് വയ്ക്കണത് അത് നല്ലോണം കഴുകി തുടച്ച് വെള്ളത്തിൻ്റെ ഇതൊട്ടും പാടില്ല കേട്ടോ. വെള്ളത്തിൻ്റെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഉപ്പിട്ട് വയ്ക്കണുള്ളൂ. നമ്മൾ വെള്ളം ഒഴിക്കണില്ലല്ലോ അതിലേക്ക്. ഉപ്പിട്ട് വച്ച് അതിലേക്ക് നല്ലോണം ഉപ്പ് നീര് തന്നെ ഇറങ്ങും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് ഭരണിയാണോ എടുക്കണേ ആ ഭരണി നല്ലോണം തുടച്ച് ക്ലീൻ ആക്കി എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ ഉലുവ മാങ്ങയ്ക്ക് മാങ്ങ കീറിയിടേണ്ടത്. അങ്ങനെ ഒരേ മാങ്ങയായിട്ട് നമ്മൾ കീറിയിടണം. കണ്ടോ, നല്ലോണം തുടയ്ക്കണം. മാങ്ങ നല്ലോണം തുടച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം, കാരണം മാങ്ങയ്ക്കാകുമ്പോൾ നല്ല ഉണങ്ങിയ തുണി കൊണ്ട് തന്നെ തുടച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ചൊന ഭാഗവും കാര്യങ്ങളൊക്കെ നല്ലോണം തുടച്ചെടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ തന്നെ വീണ്ടും കീറി അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3-4 മാങ്ങയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ലെയർ ആവും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് നല്ലോണം കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട, പൊടിയുപ്പല്ല. പൊടിയുപ്പ് ഇടണേലും അതിൻ്റെ മാങ്ങയുടെ ഇതൊക്കെ നീരൊക്കെ ഇറങ്ങി മാങ്ങയും ഈ ഉപ്പോടും കൂടി നല്ലോണം നീരൊക്കെ ഇറങ്ങാൻ എപ്പോഴും നല്ലത് കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരേ ലെയറാക്കി നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ 2 ഭരണി നമ്മൾ നിറച്ചിട്ടുണ്ട് കേട്ടോ. 2 ഭരണി നിറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. ബാക്കി മാങ്ങ ഉണ്ടായിരുന്നു ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊട്ടിയ മാങ്ങയൊക്കെ ആണെന്നൊന്ന് പറഞ്ഞില്ലേ, അതൊക്കെയും വേറെ അച്ചാറിടാനൊക്കെ ആയിട്ട് ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഭരണി മാങ്ങാന് നിറഞ്ഞിട്ടിട്ടോ. അപ്പോൾ ഒരേ ലെയർ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഒരേ ലെയർ മാങ്ങ ഇടുമ്പോൾ അതുപോലെ അതിനനുസരിച്ച് തന്നെ ഒരേ ലെയർ ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. കല്ലുപ്പ് അത്യാവശ്യം നല്ലോണം ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് കേട്ടോ ആ മാങ്ങ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. എന്നാലാണ് കേട്ടോ ആ ഉപ്പും പുളിയോടെയും കൂടി ഒന്ന് സെറ്റായി വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം ടൈറ്റായിട്ട് തന്നെ അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ. നല്ലോണം ടൈറ്റായിട്ട് അടച്ചു വെച്ച് കൊടുത്ത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വീണ്ടും പിന്നെ അത് എടുക്കാവുള്ളൂ. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലാണ് ആ മാങ്ങയിലുള്ള വെള്ളം മൊത്തം ഇറങ്ങി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മൾ 2 ഭരണി നിറച്ച് ഇട്ട് കൊടുത്തതായിരുന്നു ഉപ്പും മാങ്ങയുടെയും കൂടി. അതിൻ്റെ നീരെല്ലാം ഇറങ്ങി കഴിഞ്ഞപ്പോൾ 2ഉം പകുതി ടിന്നോളത്തോളം ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ അച്ചാറിടാനായിട്ട് എടുത്താണ് കേട്ടോ മാങ്ങ. ഒരു 10 ദിവസമെങ്കിലും വെക്കണം, എന്നാലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള നീരും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അതിനുശേഷം ഒരു 300 ഗ്രാം കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയില്ല രണ്ടോടെയും കൂടി ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 200 ഗ്രാം
ഉലുവ ഉലുവ നല്ലോണം വറുത്ത് പൊടിച്ചെടുത്തേക്കണയാണ് കേട്ടോ, ഉലുവപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഉലുവ മാങ്ങയ്ക്ക് നമുക്ക് ഏറ്റവും പ്രാധാന്യം ഉലുവപ്പൊടി തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ കണ്ണിമാങ്ങയ്ക്കാണ് കടുക് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കടുക് നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഉലുവ തന്നെയാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒരു 200 ഗ്രാമിൻ്റെ അടുത്തോളം ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ഉലുവ എടുത്ത് നമ്മൾ പൊടിച്ചെടുത്ത് നല്ലോണം വറുത്ത് പൊടിച്ചെടുത്തേക്കണയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു ടിന്ന് കായപ്പൊടി, അത്യാവശ്യം ഒരു വലിയ ടിന്ന് കായപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം കേട്ടോ നമ്മൾ ആ നീരൊഴിച്ച് നല്ലോണം ഒന്നും കട്ട പിടിക്കാണ്ട് ഇളക്കിയെടുക്കാൻ. ഇപ്പോൾ നമ്മൾ പൊടികളെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം കട്ട പിടിച്ചേക്കും നല്ലോണം ഉടച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം ഈ ഉലുവ വറുത്ത് പൊടിച്ച് കഴിയുമ്പോൾ കുറച്ച് കട്ട പോലെ കിടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു അരിപ്പയിലേക്ക് നമ്മൾ അതിൻ്റെ നീര് മൊത്തം ഒരു അരിപ്പ വെച്ച് ഊറ്റിയെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു വെള്ളത്തുണി ആണെങ്കിലും വെള്ളത്തോർത്താണെങ്കിലും നമ്മൾ ആ പാത്രത്തിൻ്റെ മുകളിലിട്ട് നമ്മൾ ആ നീര് മാത്രമായിട്ട് നമ്മളൊന്ന് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കണ മുളക് പൊടി, കായപ്പൊടി, അതുപോലെ തന്നെ ഉലുവപ്പൊടി, ഇത്രയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ നീര് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട, ഒരു പകുതി മുക്കാൽ ഭാഗം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കണ്ടോ ഇപ്പോൾ കട്ട പിടിച്ച് വരണ്ട, കട്ടയൊക്കെ ഒട്ടച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം, കാരണം നല്ലോണം കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നല്ലോണം കൈവിടാണ്ട് ഇളക്കി നമ്മളതിൻ്റെ കട്ടയൊക്കെ ഒന്ന് അലിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കട്ടയൊക്കെ അലിയിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് അതിന് ചാറ് മറ്റേ പോരാന്നുള്ളതാണെങ്കിൽ നമ്മൾ ബാലൻസ് വെള്ളോടെയും ഒഴിച്ചു കൊടുക്കും കേട്ടോ. മാങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാലൻസ് വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ഫുൾ മാങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കുക. നമ്മൾ ആ ഉപ്പിലിട്ട് കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്ന നീരുണ്ടല്ലോ, അത് മാത്രമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാവുള്ളൂ. വേറെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ചാർ കുറേ നാൾ വയ്ക്കാൻ, കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് എടുക്കാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഏകദേശം 2 മാസം ഇങ്ങനെ കഴിയണം. എന്നാലാണ് കേട്ടോ മാങ്ങയിലേക്ക് എല്ലാം ചേർന്ന് നല്ല സെറ്റാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാൾ വച്ചേക്കേണ്ടതായതുകൊണ്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കരുത്. അതിനുശേഷം നല്ലോണം കട്ടയൊക്കെ അലർന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ മാങ്ങ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ 2 ഭരണിയിലെ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ആ വരഞ്ഞൊക്കെയും കൊടുത്തിട്ടില്ല, നമ്മൾ കീറി കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം ഈ മുളക് പൊടിയും കാര്യങ്ങളൊക്കെ നല്ലോണം അതിൻ്റെ അരപ്പൊക്കെ നല്ലോണം ചേരണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം വെക്കണം. ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മളത് അടച്ച് മാറ്റി വെക്കണം കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, ഉലുവപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ഉലുവ കുറച്ച് കഴിയുമ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചീർത്ത് ഇച്ചിരി പൊന്താൻ തുടങ്ങും, പുളിച്ച് പൊന്താൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഭരണിയിലേക്ക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അത് ഭരണിയിൽ നമ്മൾ ആ മേളിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ നിറഞ്ഞ് എണ്ണ മൊത്തം പുറത്ത് ചാടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം നമ്മളത് എല്ലാം മിക്സ് ചെയ്ത് ഒരു 2-3 മണിക്കൂറെങ്കിലും അടച്ച് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 2-3 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ഒരു ചില്ലിൻ്റെ ഭരണി തന്നെയാണ് കേട്ടോ. തന്നെ ചില്ലിൻ്റെ ഭരണി തന്നെ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പ്ലാസ്റ്റിക്കിൻ്റെ ഭരണിയിൽ നല്ലത് എപ്പോഴും നമുക്ക് അച്ചാറും കാര്യങ്ങളൊക്കെ കേടാണ്ട് ഒത്തിരി നാൾ വെക്കണം എന്നുണ്ടെങ്കിൽ ചില്ലിൻ്റെ ഭരണി തന്നെ എടുത്ത് കൊടുക്കാം കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചില്ലിൻ്റെ ഭരണി ഞാൻ ഇവിടെ കഴുകി തുടച്ച് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം കാര്യങ്ങളൊന്നും പാടില്ല, കാരണം പെട്ടെന്ന് പൂപ്പിൽ കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേച്ച് മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളതിൻ്റെ വക്കിലിരിക്കണ മാങ്ങയൊക്കെ അതിൻ്റെ ഗ്രേവി അച്ചാറിൻ്റെ ചാറൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നല്ലോണം തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ അച്ചാറിന് നിറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചാറൊക്കെയും കോരി ഒഴിച്ച് അത്യാവശ്യം നിറച്ച് കൊടുക്കാം. കണ്ടോ, ഇത്രയും നിറച്ചിട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് നേരം വച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അച്ചാർ അത്രയും നിറച്ചിട്ട് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പുളിച്ചിങ്ങനെ പൊന്തി വരും, ഈ ഉലുവ കുതിർന്ന് പൊന്തി വരും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ വക്കൊക്കെ നല്ലോണം തുടച്ച് കൊടുക്കണം. നല്ലോണം തുടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലെണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നല്ലോണം തിളപ്പിച്ചിട്ട് ചെറു ചൂടനെ നമ്മൾ ചെറിയൊരു ചൂടാണ് കേട്ടോ പാടുള്ളൂ. അത് നമ്മളങ്ങനെ അതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുത്ത് നമ്മൾ നല്ലോണം ടൈറ്റായിട്ട് തന്നെ അടച്ചു വെച്ച് കൊടുക്കാം. ചിലവരിങ്ങനെ തുണിയൊക്കെ ഇട്ട് കെട്ടി അടച്ചു വെച്ച് കൊടുക്കേണ്ട. ഞാൻ അതുപോലെയൊന്നുമില്ല. കാരണം ഈ അടപ്പിൻ്റെ ഉള്ളിൽ വാഷർ കൊളുത്തിയതുകൊണ്ട് അതുകൊണ്ട് അതിൻ്റെ അകത്ത് എയർ ഒന്നും കിടക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ടൈറ്റായിട്ട് തന്നെ അടച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഭരണിക്ക് നല്ലോണം തുടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ തുടച്ചൊക്കെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പൂപ്പിൽ ചിലപ്പോൾ അകത്തേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭരണിക്ക് നല്ലോണം തുടച്ച് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അച്ചാർ ഇവിടെ അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്കൊരു 1.5-2 മാസത്തിന് ശേഷം നമുക്കത് എടുക്കാം കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും കേട് കൂടാണ്ടിരിക്കും നമ്മൾ ടിന്നും കാര്യങ്ങളൊക്കെ നല്ലോണം തുടച്ച് നമ്മൾ നീറ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.